യൂസഫ് അലിക്കായ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടിരുന്നു, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെട്ടിരുന്നു. അപ്പം അത് എല്ലാ സൈഡിൽ നിന്നുമുള്ള ഒരു പ്രഷർ ചെലുത്തിയതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത് തുറക്കാനായിട്ട് സാധിച്ചത്. ഇല്ലെങ്കിൽ മലയാള സിനിമ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയാണ് മെയിനായിട്ടുള്ള കളക്ഷനെ കിട്ടുന്നത്. അപ്പം അത് മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ കളക്ഷൻ മൊത്തം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ സൈഡിൽ നിന്നുള്ള പ്രഷർ തന്നെയാണ് ഇപ്പോൾ ഇത് തുറക്കാനായിട്ട് കാരണമായത്. ഈ ഫോറമാണിലെ ഒരു ഡിമാൻഡ് വെച്ചിരുന്നത്, നിങ്ങൾ വെച്ചിരുന്ന ഡിമാൻഡ് നമ്മുടെ കണ്ടന്റ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ 5500 അൺലിമിറ്റഡ് കളിക്കുന്നത് 7,500. ഈ 2 തീരുമാനമാണ് അവരോട് മുന്നോട്ട് വെച്ചിരുന്നത്. അതിന് ചർച്ചയിൽ അവർ ഇത് തയ്യാറാകുമെന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്? തീർച്ചയായിട്ടും. അവരിപ്പോൾ ഓൾമോസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ, അവരിപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. ഞങ്ങളുടെ എല്ലാ കണ്ടീഷനുകൾക്കും അവർക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ ചില ഒരു 10% മാത്രം ഓക്കെ ആകാതെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഈ ഡിസിഷൻ ആവാത്തത് കൊണ്ടിട്ട് ഇതിങ്ങനെ പെൻഡിങ് വെക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളും കണ്ടാണ്, രാവിലെ മുതൽ ബ്ലിസേട്ടനായിക്കോട്ടെ, ഇതിന്റെ മറ്റു സിനിമകളിലെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഫെഫ്കയുടെ ഒപ്പം ഇവനുണ്ട്, ഇവർ ധർണയ്ക്ക് വേണ്ടിയിട്ട് പോകുന്നു. അപ്പം അങ്ങനത്തെയുള്ള മറ്റു ഇഷ്യൂകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾക്കും അതൊരു വലിയ പ്രഷറായിട്ട് മാറുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ, ആ ചർച്ച നമുക്ക് പിന്നീട് ചെയ്യാം. ഫസ്റ്റിലെ സ്ക്രീൻ തുറക്ക്. ഇപ്പോൾ വിഷു സമയമാണ്, നല്ല കളക്ഷനുള്ള സമയമാണ്, ആളുകൾ തിയേറ്ററിൽ പോയി പടം കാണട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ഈ തീരുമാനത്തിലേക്ക് വന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ അവർ ഇന്ന് കൈക്കൊള്ളുന്ന ഈ തീരുമാനമുണ്ടല്ലോ, ഒരാഴ്ചക്ക് മുമ്പ് അവരുടെ പറഞ്ഞത്. ഈ ഡിസ്കഷൻ ഇന്നലെ മിനിഞ്ഞാൽ ഈ റിലീസായ സമയത്ത് നടന്നതല്ല. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുള്ളത് വളരെ പ്രത്യേകമായിട്ട് അവരുടെ ഉണ്ടായിരുന്ന എന്താണ് PVRന്റെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 4 പേരെടുത്ത് പറഞ്ഞതാണ്. ഒരുപാട് ഓപ്ഷൻ കൊടുത്തത് ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ഇതായിരുന്നു, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുള്ളൂ. നമ്മൾ ഫോറം മാളും കാലിക്കറ്റിലുള്ള ബ്ലൂ ഡയമണ്ടിലുള്ള മിരാജ് മാളും നമുക്ക് പിന്നീട് എടുക്കാം. നിങ്ങൾ കളിക്കുന്നത് പോലെ ഹിന്ദി മിരാജ് മാൾ കൊണ്ട് ഇന്ന് തുറന്നതല്ല, തുറന്നിട്ട് 2 മാസം എന്തായി. അവിടെ അവർ ഹിന്ദി പടം കളിച്ചുകൊണ്ടിരിക്കുക. അത് അവർ ഓൾഡ് ഹിന്ദി ഈവൻ ഷോളെ വരെ കളിച്ചത്. അവരായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും നോർത്ത് ഇന്ത്യയിൽ നിന്ന് പടങ്ങൾ എടുക്കുന്നത് 1-2 തമിഴ് പടങ്ങൾ. ഇതാണ് നിങ്ങൾ ആദ്യം വെച്ചത്. ഫെസ്റ്റിവൽ നിങ്ങൾ ദയവ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യരുത്. കേരളത്തിൽ അതിന് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഡിമാൻഡ് ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ വെച്ചാൽ അന്ന് PVR മാളിന്റെ എന്താ പൊസിഷൻ ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിക്കുക. കർണാടകയിൽ പോയിട്ട് കന്നഡ പടം കളിക്കില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം അന്ന് രാത്രി അവിടെ മാറും. അതുപോലെ തമിഴ്നാട്ടിൽ തമിഴ് പടം കളിക്കില്ലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞതാണ്. പക്ഷെ അവർ ധാർഷ്ട്യം, ഞങ്ങൾ പവർ, വി ആർ 8,000 crore പ്രൊപ്പറേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. 1-2 ഞങ്ങളുടെ ആസ്തി 8,000 crores ആണെന്നും പറഞ്ഞത്. അപ്പോൾ അവർ മലയാളം ഇൻഡസ്ട്രി 8,000 കോടി എന്ന് പറഞ്ഞാൽ മലയാള ഇൻഡസ്ട്രിയുടെ വിലയ്ക്ക് മേടിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ വിജയമാണ്. ഒരു കാര്യം പറയാം, കാരണം ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ജാനുവരി 1 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 4 മാസം കാലഘട്ടങ്ങളിൽ തിയേറ്ററുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവന്നിട്ടുള്ളത് മലയാളം കണ്ടന്റാണ്. ഈ മലയാളം സിനിമ കഴിഞ്ഞ നേര് മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ തിയേറ്ററുകളുടെ നിലനിൽപ്പ് തന്നെ ഏകദേശം മലയാള സിനിമ, മഞ്ഞുമൽ ബോയ്സ് പോലെയും പ്രേമലു പോലെയുള്ള സിനിമകൾ, അതിനുശേഷം വന്ന ആടുജീവിതം, ഭ്രമയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും, ഇപ്പോൾ ഇത്രയും സിനിമകൾ വന്ന് നിൽക്കുന്നു. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സൗത്ത് ഇന്ത്യയിൽ തന്നെ തിയേറ്ററുകളുടെ ഒരു നിലനിൽപ്പ് ഈ ചിത്രങ്ങളായി നിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് അവർ വിത്തൗട്ട് എനി നോട്ടീസ്, ഒരു ഇതും മുന്നറിയിപ്പുമില്ലാതെ സിനിമകൾ നിർത്താനായിട്ട് 2 ദിവസം 3 ദിവസം മുമ്പ് ഞങ്ങൾക്ക് അവർ ഇത് തന്നത്. കാരണം ഞങ്ങൾ ബുക്കിംഗ് എടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വിഷയമുണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചർച്ച തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറയുന്ന ഉപാധികൾ അവർക്ക്, അതാ പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 3, 4 പല രീതികൾ ഞങ്ങൾ ശ്രമിച്ചു നോക്കി. അപ്പോൾ അതിനൊരു ഉത്തരം കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങളിതിലേക്ക് നിർത്താനായിട്ടുള്ള ഞങ്ങളുടെ ഈ പറയുന്ന ഈ 4 നിർമ്മാതാക്കൾ, എസ്പെഷ്യലി ആടുജീവിതത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 100% അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടാനായിട്ടുള്ള ഒരു അർഹതയുള്ള ഒരു ഗ്രൗണ്ട്സ് ഉള്ളതാണ്. കാരണം വെച്ചാൽ അദ്ദേഹം VPF മുഴുവനായിട്ട് പേ ചെയ്ത് 21 വരെയുള്ള VPF പേ ചെയ്ത് നിൽക്കുമ്പോൾ ഒരു നോട്ടീസും ഇല്ലാതെ അർദ്ധരാത്രി അദ്ദേഹത്തിൻ്റെ സിനിമ നിർത്താൻ തീരുമാനിക്കുകയാണ്. അത് ഏത് കോടതിയിൽ ചെന്നാലും അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കിട്ടാൻ ഉള്ള സാധ്യതയുള്ള ബാക്കി 3 നിർമ്മാതാക്കളും ഇതിൻ്റെ ഭാഗമായി നിന്ന് അവർക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ അത് ചെറുതല്ല. അപ്പോൾ അതിൻ്റെ പുറത്ത് നോക്കുമ്പോൾ അവർ എടുത്തിട്ടുള്ള തീരുമാനം ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ എന്നും മലയാള സിനിമയുടെ ഈ പറയുന്ന ചരിത്രത്തിൽ, കാരണം ഒരു കോർപ്പറേറ്റുമായിട്ടാണ് ഞങ്ങൾ ഏറ്റുമുട്ടിയത്.
ഇന്ന് വരെയും പല ഹിന്ദി സിനിമയാണെങ്കിലും തെലുങ്ക് സിനിമയാണെങ്കിലും തമിഴ് സിനിമയാണെങ്കിലും അത്രയും വലിയ ഇൻഡസ്ട്രീസ് പോലും ഇത് മടിച്ചു നിന്ന സ്ഥലത്താണ് നമ്മളെപ്പോലെ മലയാളം പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രി ഇതിനെതിരെ ഞങ്ങൾ ഒരു യുദ്ധം തന്നെ ഇത് ചെയ്തു. അതിന് ഈ 4 നിർമ്മാതാക്കളെയും അതിൻ്റെ ബ്ലസ്റ്റാൻ ഉൾപ്പെടെ, വിശാഖ് ഉൾപ്പെടെ, അൻവർ റഷീദും, മഞ്ഞുമൽ ബോയ്സിൻ്റെ സൗബിനും, അതുകൂടാതെ ജയഗണേഷിൻ്റെ, രഞ്ജിത് ശങ്കറും, ഉണ്ണി മുകുന്ദനും. അപ്പോൾ ഇവർ ഇത്രയും പേര് ഇതിൻ്റെ പുറത്ത് നിന്നിട്ടുള്ളത്, അവരെടുത്തിട്ടുള്ള നിലപാട് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗമാണ്. കാരണം ഇത് ഒരു ഉപാധികളുമില്ലാതെ ഒരു കോർപ്പറേറ്റ് തുറന്നു തരിക എന്ന് പറയുന്നത് ഇന്നോളം സംഭവിക്കാത്ത കാര്യങ്ങൾ. അപ്പോൾ അത് മലയാള സിനിമയുടെ കണ്ടന്റുകളുടെ വിജയമാണ് എന്നുള്ളതാണ്. നമ്മുടെ കണ്ടന്റ് അത്രമാത്രം ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ഇന്ന് അവർ തുറന്നു തരാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് ഞങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെയും കൂടെ നിന്ന് ഫെഫ്ക എന്ന് പറയുന്ന സംഘടന, എസ്പെഷ്യലി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, അതുകൂടാതെ നമ്മുടെ യൂസഫ് അലി സാർ, അദ്ദേഹം, പിന്നെ മറ്റ് ഫെഫ്കയുടെ കൂടെ നിന്ന മറ്റ് ട്രേഡ് യൂണിയനുകൾ, ഇവരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ട്. അപ്പോൾ സിനിമ ഒന്നായി നിന്നാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്തും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു